മന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യ സന്ദർശനം തുടരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, ഡിജിറ്റൽ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ പരസ്പരം സഹകരിക്കാൻ രണ്ട് രാഷ്ട്രങ്ങളും ധാരണയായി. പ്രധാനമന്ത്രി എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ന് അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനായി ഒമാനിലേക്ക് യാത്ര തിരിക്കും. അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, എന്തൊക്കെയാണ് എത്യോപ്യ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ? മഞ്ജുഷ്, വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ എത്യോപ്യ വിമാനത്താവളത്തിൽ ലഭിച്ചത്. അവിടെയുള്ള പ്രധാനമന്ത്രി നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയായിരുന്നു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ തന്നെ കൈമാറി. ഇന്ന് അദ്ദേഹം അവിടെയുള്ള സംയുക്ത പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, എത്യോപ്യയുടെ തനതായിട്ടുള്ള കലകൾ, അവിടെയുള്ള ഭക്ഷണ രീതികൾ, ഇതെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതെല്ലാം അദ്ദേഹം ഇന്ന് രാവിലെ കാണുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ പാർലമെന്റിന്റെ സംയുക്ത സെക്ഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത് ഈ എത്യോപ്യയിൽ നിൽക്കുമ്പോൾ തനിക്ക് തൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഗുജറാത്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ്. കാരണം എത്യോപ്യ എന്നത് സിംഹങ്ങളുടെ രാജ്യമാണ്, ഗുജറാത്ത് എന്നതും സിംഹങ്ങളുടെ ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഗുജറാത്തിൽ നിൽക്കുന്ന അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, തനിക്ക് ലഭിച്ച ഗ്രേറ്റ് ഓണർ ഓഫ് നിഷാൻ അത് എല്ലാ ഇന്ത്യക്കാരുടെയും ഭാഗമായി കൂപ്പുകൈയോടെയാണ് താൻ ഇന്നലെ സ്വീകരിച്ചത്. അത് 140 കോടി ഇന്ത്യക്കാർക്കായി താൻ സംഭാവന ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ എത്യോപ്യയുമായി വിവിധ തരത്തിലുള്ള കരാറുകളിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. പ്രധാനമായിട്ട് 3 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. അതിൽ ഏറ്റവും പ്രധാനം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് എത്യോപ്യയുടെ പൊതുകടങ്ങൾ അത് പുനഃക്രമീകരിക്കുന്നതിനായി G20 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സബ്മിഷനായിട്ടാണ് അത് ഇന്ത്യ നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പ്രധാനപ്പെട്ട ഒരു ധാരണാപത്രത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചു. അതുമാത്രമല്ല, ഈ വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖല, പിന്നെ സഹകരണം, എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളും ചർച്ചയായതായിട്ടാണ് വിവരം. അദ്ദേഹം പാർലമെന്റിൽ എടുത്തു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ കമ്പനികൾ മൊത്തം $5 ബില്യൺ നിക്ഷേപമാണ് എത്യോപ്യയിൽ നടത്തിയിട്ടുള്ളത്. 75,000-ലധികം തൊഴിലവസരങ്ങൾ അത് എത്യോപ്യയിൽ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഇന്ത്യയുമായി വളരെ അടുത്ത സഹകരണമാണ് എത്യോപ്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ 2011 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യയിൽ സന്ദർശനം നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനം കൂടിയാണിത്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം തന്നെ ഒമാനിലേക്ക് യാത്ര തിരിക്കും എന്നാണ് വിവരം. ഒമാനിൽ 2 ദിവസം അദ്ദേഹം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒമാനുമായി ഇന്ത്യക്കുള്ള 70 വർഷത്തെ ഒരു സഹകരണം, അതിൻ്റെ 70ാം വാർഷികത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഒമാനിലെത്തുന്നത്. അവിടുത്തെ സുൽത്താനുമായിട്ടൊക്കെ സന്ദർശനം നടത്തി പുതിയ തരത്തിലുള്ള സഹകരണം, അതിൻ്റെ കരാറുകൾ കൂടി അദ്ദേഹം ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം. ശരി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, സുരക്ഷ, വാണിജ്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ജയശങ്കറിന്റെ ടെലവീവ് സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. രണ്ടുപേരും ആഭ്യന്തര, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ആശംസകൾ അറിയിച്ചു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തെ ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി.